ഹലോ, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്ക്, നമ്മുടെ വഴികളിൽ പ്രകാശം ചൊരിയേണ്ടവർ നാം തന്നെയല്ലേ. പ്രിയരെ നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രകാശപൂരിതമായി നമ്മുടെ ജീവിതത്തെ വഴികൾ പടുത്തുയർത്തുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായി എന്തുണ്ട്. ഞാൻ ഇതിനോട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ മഹാനായ ഒരാളെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതും അയാളുടേതായ ഒരു ചെറു കഥയാണ് നിങ്ങളിലേക്ക് പകർന്നു തരാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് നിങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ വഴികളിലൂടെ നിങ്ങളത് ചിന്തിച്ച് അതിലുള്ള പോസിറ്റീവ്നെസ് ഉൾക്കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ തുടങ്ങാം. നിങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ലോകം ഒരിക്കലും മറക്കാനാവാത്ത ഒരു മഹാത്മാവാണ്. ശാസ്ത്രം, സാഹിത്യം, തത്വചിന്ത ഇവിടെ എല്ലാം പേരെടുത്തിട്ടുള്ള ഒരു പുണ്യമായ പേര്. അദ്ദേഹം ആരെന്നല്ലേ? വേറെ ആരുമല്ല, വൈദ്യുതി കണ്ടുപിടിച്ച ആളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അദ്ദേഹത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ. വൈദ്യുതിയുടെ രംഗത്ത് ഒട്ടനേകം ശാസ്ത്രജ്ഞന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഫ്രാങ്ക്ലിനെ കൂടാതെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് വേറെയും ഒന്ന് രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ ഉണ്ടാകാം. എന്നാൽ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥ എന്തുകൊണ്ട് അനർത്ഥമായി എന്നത് അദ്ദേഹത്തിൻ്റെ ഞാനീ പറയുന്ന കഥ മുഴുവനും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുന്നതാണ്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഭൂരിഭാഗവും അദ്ദേഹം സ്പെൻഡ് ചെയ്തത് ഫിലാഡൽഫിയയിലായിരുന്നു. വൈദ്യുതി കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ ഒരു കാലത്താണ് അദ്ദേഹം ജീവിച്ചു പോന്നിരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. കാലത്തിന്റെ പ്രത്യേകത എന്താ? വൈദ്യുതി കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ വെളിച്ചം എന്നതോ അവിടെയുള്ളവർക്ക് അജ്ഞാനമാണ്. സൂര്യാസ്തമയം കഴിഞ്ഞാലോ പിന്നെ ആ പ്രദേശം മൊത്തം ഇരുട്ടിലുമായിരിക്കും. ഡൽഫി എന്നുള്ള ആ ഒരു ഏരിയ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള റോഡ് മുഴുവനും കുണ്ടും കുഴിയുമാണ്. രാത്രി ആയാലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സഞ്ചരിക്കുവാനുള്ള വഴികൾ. കാലങ്ങളിൽ കാൽനടക്കാർ പോലും അപകടത്തിൽപ്പെടുക എന്നത് സ്ഥിരമായ ഒരു കാഴ്ചയായിരുന്നു. ഫ്രാങ്ക്ലിൻ തൻ്റെ വീടിന് മുന്നിലൂടെ പോകുന്നവർക്ക് വെളിച്ചമേകുന്നതിന് വേണ്ടി ചെയ്ത ഒരു കാര്യമുണ്ട്. അതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിൻ്റെ വീടിന് സമീപമുള്ള കുറച്ച് ഇടങ്ങളിലേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി തൻ്റെ വീടിന് മുന്നിലും അടുത്ത വീടിൻ്റെ ഏരിയയിലും എന്ന രീതിയിൽ റാന്തൽ വിളക്ക് കത്തിച്ചു വെക്കുമായിരുന്നു. അതിൻ്റെ പ്രകാശം ആ വഴി പോകുന്നവർക്ക് വളരെ കൂടുതലായിട്ട് അത് അനുഭവിക്കുവാനും സാധിച്ചിരുന്നു. ഈ കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളിലൂടെ കടന്നു വന്ന് പോകുന്ന ഫ്രാങ്ക്ലിൻ്റെ വീടിൻ്റെ പരിസരത്തെത്തുന്നവർക്ക് അതൊരു വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. കാരണം അവിടെ എത്തുമ്പോഴേക്കും അവരുടെ മനസ്സിലറിയാം, ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തെത്തിയാൽ അവിടെ കുറച്ച് വെളിച്ചം സ്ഥിരമായിട്ടുണ്ടാകും എന്നുള്ളതായിരുന്നു അവരെ ആശ്വസിപ്പിച്ചിരുന്ന കാര്യം. കുഴികളൊക്കെ തട്ടിത്തെറിഞ്ഞ് വീണ് എഴുന്നേറ്റ് വരുന്നവർ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തുമ്പോഴേക്കും അദ്ദേഹത്തിനോട് ഭയങ്കര സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ കാണിക്കുമ്പോഴും അദ്ദേഹം അവരോട് പറയും, നിങ്ങളും നിങ്ങളുടെ വീടിന്റെ മുന്നിലെ ഒരു റാന്തൽ വിളക്ക് തെളിച്ചു വയ്ക്കൂ. അത് മറ്റുള്ളവർക്ക് കൂടി അത് തെളിച്ചമാകും, വെളിച്ചമാകും. അവരുടെ വഴിയിൽ അത് മുന്നോട്ട് നടക്കാനുള്ള ഒരു പോസിറ്റീവ്നെസ്, ആ പോസിറ്റീവ്നെസ് അവർക്ക് പകർന്നു കൊടുക്കുവാനും നിങ്ങൾക്കാകും എന്നുള്ള ഒരു ചെറിയ നിർദ്ദേശവും കൊടുത്തായിരുന്നു അദ്ദേഹത്തെ സമീപിക്കുന്നവരെ മുന്നോട്ട് വിട്ടിരുന്നത്. അദ്ദേഹം പകർന്നു കൊടുത്ത ആ ഒരു നിർദ്ദേശം അത് പാലിച്ച് അതിലെ കടന്നു പോയവര് അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടർന്നപ്പോൾ ആ ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാതിരുന്ന ആ കാലഘട്ടത്തില് ആ വഴി നീളെ എന്താക്കി മാറ്റാൻ സാധിച്ചു. ആ ഫ്രാങ്ക്ലിൻ എന്ന മഹാനായ മനുഷ്യനിൽ നിന്നും കിട്ടിയ ആ ഒരു ചെറിയ നുറുങ്ങറിവ്, താൻ തൻ്റെ വീടിന് മുന്നിൽ തെളിച്ചു വെച്ചിരുന്ന റാന്തൽ വിളക്ക് അത് മറ്റുള്ളവരിലേക്കും അങ്ങനെ ചെയ്യണമെന്ന് പകർന്നു കൊടുത്തപ്പോൾ അത് മറ്റുള്ളവർ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയി ഓരോരുത്തരും തനിക്കാകാവുന്ന രീതിയിൽ തങ്ങളുടെ വീടുകളുടെ മുന്നാകെയൊക്കെ വെളിച്ചം പകരുവാനായിട്ടുള്ള ഒരു ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവരും ഇതേപോലെ തന്നെ റാന്തൽ വിളക്ക് തെളിച്ചു വെക്കുന്ന ഒരു രീതിശാസ്ത്രം അവരും തുടർന്നു പോന്നു. എന്താ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തല്ലേ ഇപ്പം ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം നമുക്ക് കിട്ടാൻ, ഇതുപോലുള്ള ആളുകളുടെ നിന്നുള്ള വിജ്ഞാനങ്ങൾ ഇതെല്ലാം പകർന്നു തരാൻ ഒക്കെ നിങ്ങൾ എന്നോടൊപ്പം കൂടിക്കോ. അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി. അങ്ങനെ ഫിലാഡൽഫിയ എന്ന വാക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സഹോദര സ്നേഹം എന്നാണ് ആ പദത്തിനർത്ഥം. അപ്പോൾ സഹോദര സ്നേഹം എന്ന വാക്ക്
ആ അർത്ഥം വരുന്ന ഫിലാഡൽഫിയ എന്ന വാക്ക്, ഓക്കെ, അത് പ്രകാശത്താൽ അന്വർത്ഥമാകുന്ന രീതിയിൽ തെരുവോരങ്ങൾ മൊത്തത്തില് പ്രകാശപൂരിതമാക്കി മാറ്റിയ ഒരു മഹാ അത്ഭുതമാണ് പിന്നീട് നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിഞ്ഞു പോകുന്നത്. നീളെ പ്രകാശപൂരിതമാക്കുക എന്ന തത്വം അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ഈ ഒരു വലിയ മനുഷ്യന്റെ മഹാമനസ്കത അതിലൂടെ പോയ ആളുകളിലേക്കും അത് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിച്ചപ്പോഴേക്കും ഫിലാഡൽഫിയ എന്ന ആ അദ്ദേഹത്തിന്റെ വീടിന് സമീപമുള്ള തെരുവുകൾ മൊത്തം പ്രകാശപൂരിതമാക്കിയ കാഴ്ചയാണ് നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിത വഴിയിൽ പകർത്തിക്കൂടെ? നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പല രീതിയിലുള്ള ഇത്തരം പ്രകാശങ്ങൾ തെളിയിക്കുവാനായിട്ട് സാധിക്കും, ഇല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ചിന്തിക്കുവാനായിട്ട് ഞാൻ തരുന്ന ഒരു വെളിച്ചത്തിൻ്റെതായ ഒരു പോസിറ്റീവ്നെസ്സിൻ്റെതായ ഒരു ചിന്താധാര നിങ്ങളുടെ മനസ്സിൽ ഉണരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് തരിക. ഓക്കെ, താങ്ക് യു. പ്രകാശപൂരിതമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിത വഴികൾ ഓരോന്നും.